ഹായ് കുട്ടികളെ, നമുക്ക് ഇന്നൊരു ഫിസിക്സ് പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് എ പെൻഡുലം ടേക്സ് 1 minute ടു കംപ്ലീറ്റ് 30 ഓസിലേഷൻ, അതായത് 1 മിനിറ്റിൽ 30 ഓസിലേഷൻ നോക്കുന്നു. പിന്നെ ചോദ്യം എന്താ? ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ടു കംപ്ലീറ്റ് 1 ഓസിലേഷൻ? വേറെ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ ദ സെയിം പെൻഡുലം കംപ്ലീറ്റ്സ് ഇൻ 1 second. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി നോക്കാം. പറയുന്നത് എന്താ? ടൈം ഫോർ 30 ഓസിലേഷനാണ്. 30 ഓസിലേഷനെ വേണ്ട സമയം എത്രയാ? 1 മിനിറ്റ്. 1 മിനിറ്റ് പറഞ്ഞാൽ എത്രയാ? 60 സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ വെറും മാക്സ് അല്ലേ ഉള്ളൂ. എന്താ ചോദ്യം? ടൈം ഫോർ 1 ഓസിലേഷൻ എത്രയാണ് വരിക? സാറ് ചെയ്യുന്നതിന് കൂടെ തന്നെ ചെയ്യണം എല്ലാവരും. ടൈം ഫോർ 1 ഓസിലേഷൻ എത്രയായിരിക്കും? 60 സെക്കൻഡ് ബൈ 30 എത്രയാ? 2 സെക്കൻഡ്. ഉത്തരം കിട്ടിയില്ലേ? രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് ഓസിലേഷൻ. ഏത്? ഈ സെയിം പെൻഡുലം തന്നെ കംപ്ലീറ്റ്സ് ഇൻ 1 second. നമുക്ക് എന്തറിയാം? നമ്പർ ഓഫ് ഓസിലേഷൻ എത്ര? നമ്പർ ഓഫ് ഓസിലേഷൻ 1 മിനിറ്റിൽ അറിയാം. എത്രയാ? 1 മിനിറ്റിൽ എത്രയാ? 30. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിലെ എത്രയായിരിക്കും? 1 സെക്കൻഡിൽ പറഞ്ഞെല്ലാവരും 30/60 1/2 അഥവാ 0.5. ഇവിടെ നിങ്ങൾ ചോദിക്കും, എന്താ ഇപ്പോൾ ഇത്ര മാത്രം ഫിസിക്സ് ഉള്ളതെന്നുള്ളത്. ഇതിൽ ആദ്യത്തെ ചോദ്യം എന്താ? ടൈം ടേക്കൺ ഫോർ 1 ഓസിലേഷൻ. എന്താ പറയുക ഇതിന്? ടൈം പീരീഡ്. രണ്ടാമത് എന്താ ചോദിച്ചിരിക്കുന്നത്? ദ നമ്പർ ഓഫ് ഓസിലേഷൻസ് ഇൻ 1 second. എന്താ ഇതിനെ പറയുക? ഫ്രീക്വൻസി എന്ന് പറയും. ഇത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇതേ ക്വസ്റ്റ്യൻ ഇതിൽ 30 ഓസിലേഷൻ ആയിരുന്നു അല്ലേ? ഇതേ ചോദ്യം നിങ്ങൾ 20 ഓസിലേഷൻ ചെയ്തിട്ട് ഉത്തരം നിങ്ങൾ ജസ്റ്റ് ഇതിൽ കമൻ്റായി ചെയ്യുക. ബൈ.